പാർട്ടിയുടെ സ്വാധീനം വിവിധ മേഖലകളിൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ബി.ജെ.പി 20 പുതിയ സെല്ലുകൾ രൂപവൽക്കരിക്കുന്നു. ലീഗൽ സെൽ, ഇക്കണോമിക് സെൽ, ഇൻഡസ്ട്രിയൽ സെൽ, ട്രേഡേഴ്സ് സെൽ, MSME സെൽ, സ്റ്റാർട്ടപ്പ് സെൽ, പ്രവാസി സെൽ, കോർപ്പറേറ്റീവ് സെൽ, കൾച്ചറൽ സെൽ, മെഡിക്കൽ സെൽ, ഇന്റലക്ച്വൽ സെൽ, പ്രൊഫഷണൽ സെൽ, ടീച്ചേഴ്സ് സെൽ, വീവേഴ്സ് ആൻഡ് ആർട്ടിസാൻ സെൽ, എക്സ് സർവീസ് സെൽ, എൻവിറോൺമെന്റൽ സെൽ, സ്പോർട്സ് സെൽ, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി സെൽ, കുടുംബശ്രീ, ഫിഷർമെൻ സെൽ എന്നിവയാണ് രൂപവൽക്കരിക്കുന്നത്. ഇതിന്റെ കോർഡിനേഷൻ ചുമതല സംസ്ഥാന സെൽ കോർഡിനേറ്ററായ വി.കെ. സജീവനാണ് നൽകിയിരിക്കുന്നത്. സെല്ലുകൾ ഓരോന്നിനും ഒരു കൺവീനർ, 2 കോ കൺവീനർ, 10 അംഗങ്ങൾ എന്നിങ്ങനെ 13 അംഗ കമ്മിറ്റിയാണ് സംസ്ഥാനത്ത് നിലവിൽ വരിക. സെല്ലുകൾ ഇനി അങ്ങോട്ട് ബി.ജെ.പിക്ക് നിലവിലുള്ള മോർച്ചകളെ പോലെ പ്രവർത്തിക്കും. ഓരോ വിഭാഗത്തിന്റെയും പ്രഗത്ഭരെ ഉൾപ്പെടെ പാർട്ടിയുമായി സഹകരിപ്പിച്ചുകൊണ്ട് അതത് മേഖലകളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന സെല്ലുകളുടെ പ്രഖ്യാപനത്തിന് ശേഷം ജില്ലാ മണ്ഡല തലത്തിലും അതത് തൊഴിൽ മേഖലകളിലെ പ്രധാന വ്യക്തികളെ കണ്ടെത്തി സെല്ലുകൾ പുനഃസംഘടിപ്പിക്കാനാണ് പാർട്ടി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. സെല്ലുകളുടെ ഘടന ജില്ലാ തലത്തിൽ 1 കൺവീനർ, 1 കോ കൺവീനർ, 7 അംഗങ്ങൾ, മണ്ഡലം തലത്തിൽ 1 കൺവീനർ, 1 കോ കൺവീനർ, 5 അംഗങ്ങൾ എന്ന ക്രമത്തിലായിരിക്കും ഉണ്ടാവുക.